തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും മുൻപ് മഹാനടൻ വിജയ് എത്തിയത് രണ്ട് പാർട്ടി ഓഫീസുകളിലായിരുന്നു, CPI-യുടെയും CPIM-ന്റെയും. വിജയുടെ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച മറ്റൊരു പാർട്ടിയായ കോൺഗ്രസിന്റെ ഓഫീസിൽ അദ്ദേഹം എത്തിയില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണം അവസാനിച്ചുവെന്നായിരുന്നു പല മാധ്യമങ്ങളുടെയും വിശദീകരണം. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അധികാരം കയ്യെത്തും ദൂരത്തായിരുന്നു. അവിടെയാണ് അധികാരത്തിനായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യം ചർച്ചയാകുന്നത്. DMK-യുമായുള്ള 20 വർഷത്തെ ആത്മബന്ധമാണ് ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസ് തകർത്തത്. DMK സഖ്യത്തിൽ നിന്ന് 28 സീറ്റുകൾ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസ് ജയിച്ചത് വെറും 5 എണ്ണത്തിൽ മാത്രമാണ്. എന്നാൽ ഫലം വന്നപ്പോൾ DMK മുന്നണിയെ തള്ളി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയുടെ TVKയെ പിന്തുണക്കാൻ കോൺഗ്രസ് പച്ചക്കൊടി കാട്ടി. വെറുതെയല്ല ഈ പിന്തുണ. 2 മന്ത്രിസ്ഥാനവും ബോർഡ് കോർപ്പറേഷൻ പദവികളും വിലപേശി ഉറപ്പിച്ച ശേഷമാണ് കോൺഗ്രസ് DMK മുന്നണി വിട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന ഈ നിലപാട് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ് മന്ത്രിസ്ഥാനങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ CPI-യും CPIM-ഉം കാണിച്ചത് മാതൃകാപരമായ രാഷ്ട്രീയമാണ്. AIADMK BJP വർഗീയ കൂട്ടുകെട്ടിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തമിഴ്നാടിനെ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടരുത് എന്ന നിർബന്ധ ബുദ്ധിയാൽ വിജയിയുടെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷെ ഒരു മന്ത്രിസ്ഥാനമോ ബോർഡ് കോർപ്പറേഷൻ പോലുള്ള പദവിയോ അവർ ആവശ്യപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, വിജയുടെ പാർട്ടിയെ പുറത്തുനിന്ന് മാത്രമേ പിന്തുണക്കുള്ളൂ. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സ്റ്റാലിന്റെ DMK-യുമായുള്ള സഹകരണം തുടരുകയും ചെയ്യും. കോൺഗ്രസിന്റെ ഈ വഞ്ചനയിൽ രൂക്ഷമായാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രതികരിച്ചത്. ജയിച്ച കോൺഗ്രസ് MLA-മാർ നന്ദി പറയാൻ പോലും എത്തിയില്ലെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞു. സങ്കീർണമായ സാഹചര്യം ഒഴിവാക്കാൻ TVKയെ പിന്തുണക്കുന്ന ഇടതുപക്ഷ നേതാക്കളായ P. ഷൺമുഖം, M. വീരപാണ്ഡ്യൻ തുടങ്ങിയവരുടെ നിലപാട് ആദരണീയമാണ്. അവർ ഇപ്പോഴും DMK നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ കോൺഗ്രസ് ചെയ്തത് പച്ചയായ വഞ്ചനയാണെന്നും സ്റ്റാലിൻ കുറിച്ചു. പാർലമെന്റിൽ ഇനി കോൺഗ്രസിനൊപ്പം ഇരിക്കാനില്ലെന്ന് കാട്ടി DMK സ്പീക്കർക്ക് കത്തു നൽകി കഴിഞ്ഞു. തമിഴകം ഒരു വലിയ പാഠമാണ് രാജ്യത്തിനു നൽകുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ ഭരണത്തിന്റെ ഭാഗമാകാമായിരുന്നു. പക്ഷെ അവർ തെരഞ്ഞെടുത്തത് ജനപക്ഷത്ത് നിൽക്കാനാണ്. പദവികളേക്കാൾ വലുത് ജനക്ഷേമമാണെന്ന് തെളിയിച്ച ഇടതുപക്ഷം തമിഴ് മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ മാതൃക തീർക്കുകയാണ്.